ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ഞാൻ ശ്രീലക്ഷ്മി, ഞാൻ രാഹുൽ. അപ്പോൾ നമ്മുടെ മണാലി ട്രിപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ മണാലിയിൽ ട്രിപ്പ് പോയത്? ആക്ച്വലി മിഡ് ജൂണിൽ ശ്രീയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ വീക്ക് കുറച്ച് സ്പെഷ്യൽ ആക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ എന്നിങ്ങനെ വിചാരിച്ചപ്പോൾ നമ്മൾ പല സ്ഥലങ്ങൾ അന്വേഷിച്ചു, ഏതാണ് നമുക്ക് ഷോർട്ട് വിസിറ്റിന് പറ്റിയ സ്ഥലം. അപ്പോൾ നമ്മളങ്ങനെ കുറേ റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് അവസാനം എത്തിപ്പെട്ടത് മണാലിയിലേക്കാണ്. മണാലി ആക്ച്വലി നമുക്കൊരു വർക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്ത സ്ഥലമാണ്. കാരണം ഒരു 7 days അല്ലെങ്കിൽ 5 days കംപ്ലീറ്റ്ലി ലീവ് കിട്ടുന്നത് പാടായതുകൊണ്ട് ഹാഫ് ടൈം വർക്ക് ഫ്രം ഹോമും ബാക്കി ഹാഫ് കറങ്ങാൻ നമ്മൾ ഏകദേശം ഒരു 3 ദിവസത്തെ ലീവ് എടുത്തു. പിന്നെ വീക്കെൻഡൊക്കെ ചേർത്ത് നമ്മൾ ഒരു കുറച്ച് 4 days നമുക്ക് കംപ്ലീറ്റ്ലി പുറത്ത് കറങ്ങാനുള്ള സമയം കിട്ടിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഒരു 2 weeks കൊണ്ടാണ് നമ്മൾ ഈ പ്ലാനിങ് എല്ലാം ചെയ്ത് ബുക്കിംഗ് എല്ലാം ചെയ്തെടുത്തത്. ഇച്ചിരി ഒരു പെട്ടെന്നുള്ള ഡിസിഷൻ ആയിരുന്നു. പെട്ടെന്നുള്ള ഡിസിഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒന്നും ലോ റേറ്റിലൊന്നും കിട്ടിയില്ല. പിന്നെ എന്തായാലും പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ പുറപ്പെട്ടത് കൊണ്ട് നമ്മൾ പിന്നെ അതൊന്നും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഇതൊരു ബഡ്ജറ്റ് ട്രിപ്പ് ആയിരുന്നില്ല, കുറച്ച് സ്പെൻഡിങ് വന്ന ട്രിപ്പാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ നടത്തിയ ട്രിപ്പുകളിൽ ഏറ്റവും എൻജോയ് ചെയ്ത് ഭയങ്കര സ്ലോ മോഡിൽ പോയ, സാധാരണ ട്രിപ്പൊക്കെ പോകുന്നത് ഭയങ്കര ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ ഓടി നടക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ്, എന്നാൽ നമുക്ക് എൻജോയ് ചെയ്യേണ്ട എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു ദി ബുക്കിങ്സ്, ടിക്കറ്റ്സിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ കൊച്ചി ടു ഡൽഹി ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ദെൻ ഡൽഹി ടു മണാലി നമ്മൾ ഒരു വോൾവോ ബസ് ബുക്ക് ചെയ്തു. കാരണം നമുക്ക് ഈ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഉള്ളത് കൊണ്ട് പാക്കേജ് ഒന്നും എടുക്കാതെ നമ്മൾ പോയി. അപ്പം എങ്ങനെയാണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്? നമ്മൾ ആക്ച്വലി അവിടെ നമ്മൾ ചെക്ക് ചെയ്തു എവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലായി HRTC തന്നെ ഈ ചില ഹയർ ആൾട്ടിറ്റ്യൂഡ്സിലേക്കുള്ള യാത്ര അറേഞ്ച് ചെയ്യുന്നുണ്ട്. HRTC മീൻസ് ഹിമാചൽ പ്രദേശ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ. അപ്പോൾ അവരുടെ അതിൽ റൗണ്ട് ട്രിപ്പ്, ഹയർ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റോത്താങ് പാസ് എന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ റൗണ്ട് ട്രിപ്പാണ്. ഇടയ്ക്ക് വല്ല എക്സ്ട്രാ ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഹോൾട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഹോൾട്ടൊക്കെ എടുത്ത് ഒരു 4-5 മണിക്കൂർ യാത്ര ചെയ്ത് റോത്താങ് പാസിലെത്തിയിട്ട് തിരിച്ച് നമ്മൾ അട്ടൽ ടണൽ വഴി തിരിച്ച് മണാലിയിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ HRTCയുടെ നോക്കി. റോത്താങ് പാസിൽ മഞ്ഞ് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിലും ചിലർ പറയുന്നുണ്ടായിരുന്നു അത് കുറച്ചൊരു മടി മഞ്ഞായിരിക്കും, നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും കുറേ വീഡിയോസൊക്കെ റിസർച്ച് ചെയ്തെടുത്തപ്പോൾ ബാരലാച്ച പാസ്സാണ് പിന്നീട് നമുക്ക് കുറച്ച് ഹയർ, ഇതിനെക്കാളും കുറച്ചും കൂടെ ഫ്രഷ് സ്നോ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഷിങ്കുല ടോപ്പും ബാരലാച്ച പാസും ആണ്. അതിൽ നമ്മൾ ചൂസ് ചെയ്തത് ബാരലാച്ച പാസ്. നമ്മൾ ബാരലാച്ച, കാരണം ഷിങ്കുല ടോപ്പ് അങ്ങനെ അധികം ആൾക്കാർ പോകുന്ന സ്ഥലമല്ല. അപ്പം ബാരലാച്ച ആകുമ്പോൾ കുറച്ചുകൂടെ സേഫാന്ന് തോന്നിയിട്ട് നമ്മളൊരു ഷെയർ ടാക്സി ബുക്ക് ചെയ്തു. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്, ഓൺലൈൻ ബുക്ക് ചെയ്തു. അതും 2 യാത്രയും നമുക്ക് നടത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത്രയും ബുക്കിങ്സ് നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വിട്ടുപോയ 2 കാര്യം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നമുക്ക് സ്റ്റേ വേണമായിരുന്നു. മീൻസ് നൈറ്റ് സ്റ്റേ ഇല്ല. ഇപ്പോൾ നമ്മൾ മോർണിംഗ് ഫ്ലൈറ്റ്, രാവിലെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ് എടുത്തത്. 5:30 ടൈമിലെ ഫ്ലൈറ്റാണ്. അപ്പോൾ അവിടെ ഒരു 8:30 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിലാണ് പിന്നെ ബസ് ഉള്ളത്. അപ്പം അത്രയും സമയത്തേക്ക് നമുക്കൊരു സ്റ്റേ ആവശ്യമുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ലാപ്ടോപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ സുരക്ഷിതമായിടത്ത് വച്ചിട്ട് നമുക്ക് ഡൽഹിയിലൊന്ന് ജസ്റ്റ് ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് നമ്മൾ ബുക്കിംഗ് ആക്ച്വലി നമ്മൾ വിചാരിച്ചു പിന്നീട് ചെയ്യാമല്ലോ. നമ്മൾ മുമ്പ് ഡൽഹിയിൽ പോയപ്പോൾ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇത് വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ചെയ്തത് എപ്പോഴായിരുന്നു? പിന്നെ നമ്മൾ ആക്ച്വലി ചെയ്തത് കൊച്ചിയിൽ നിന്നായിരുന്നല്ലോ ഫ്ലൈറ്റ് ഡൽഹിക്ക്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഞാൻ ബുക്ക് ചെയ്തു അടുത്ത ദിവസത്തേക്ക്. പക്ഷെ നമ്മൾ എത്തിയത് രാത്രി 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് നാളത്തേക്കുള്ള ബുക്കിംഗ് ആണ് ഇവിടെ ആയിട്ടുള്ളത്. അങ്ങനെ
നമുക്ക് പക്ഷെ നമ്മൾ ആ ഹോട്ടലിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു അത്ര നല്ല വൈബൊന്നും അല്ല. അത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊക്കെ എഴുതി വെച്ചിരുന്നത്. പക്ഷെ അകത്ത് കയറുമ്പോൾ ഒരു റൂംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അത്ര ഒരു രസം തോന്നിയില്ല. പിന്നെ ഈ അബദ്ധം പറ്റിയത് കൊണ്ട് പിന്നെ അവിടെ എന്തായാലും റൂം എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഹോട്ടലിൽ പോയി, അവിടെയും കിട്ടാതെ പിന്നെ ഒരു ഓട്ടോ ചേട്ടൻ നമ്മളിങ്ങനെ കൊണ്ടുപോയി കുറേ കറങ്ങിച്ച് പുള്ളി സജസ്റ്റ് ചെയ്തൊരു ഹോട്ടലിൽ കൊണ്ടാക്കി. അത് പക്ഷെ നമുക്ക് അത്ര ഒരു നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഓട്ടോസും ക്യാബ്സും ഒക്കെ അവിടെ എല്ലാവരും ഇതുപോലെ നമ്മളെ റെക്കമെൻഡ് ചെയ്യും. ആക്ച്വലി അവർക്ക് കമ്മീഷനുള്ള ചില ഹോട്ടലുകളുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കും, അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കും. അപ്പം നമ്മളെപ്പോഴും ഈ ഗൂഗിൾ റിവ്യൂസും ഒക്കെ നോക്കിയിട്ട് പറ്റിയ ഹോട്ടൽ നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു. പക്ഷെ ഓക്കെ ആയിരുന്നു. നമ്മൾ അന്ന് കുറച്ച് ടൈം നമുക്ക് വേസ്റ്റായി ഇതിന് വേണ്ടിയിട്ട് അലഞ്ഞു നടന്നിട്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ കനോട്ട് പ്ലേസ് എന്ന സ്ഥലത്തേക്ക് പോയി. അതിൽ പാലിക്ക ബസാർ അല്ലേ, കനോട്ട് പ്ലേസിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടന്നാലുള്ള ദൂരത്തിൽ പാലിക്ക ബസാറുണ്ട്. അപ്പോൾ അത് ഇച്ചിരി അണ്ടർഗ്രൗണ്ട് ആണ്. ഇപ്പം ഞാൻ നേരത്തെ ട്രെക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഉത്തരാഖണ്ഡ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ തണുപ്പത്ത് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീകുട്ടിയുടെ ഫസ്റ്റ് ടൈം വിസിറ്റ് ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ മഞ്ഞ് കാണാൻ പോകുന്നതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. ആക്ച്വലി വീഡിയോസിലൊക്കെ കാണുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് റെൻറ്റിന് കിട്ടും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലും നിങ്ങളിപ്പം വൺ ടൈമിന് സ്നോ കാണാൻ പോകുമ്പോൾ അവിടെ നിന്ന് റെൻ്റലെടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഇവിടെ നിന്ന് നമ്മൾ മേടിച്ചിട്ട് പോയാലും എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തത് അവരുടെ ഒരു ഡ്രസ്സാണ്, അവിടെ നിന്ന് റെൻറ്റിന് കിട്ടുന്ന ഡ്രസ്സാണ്. പക്ഷെ ഓരോരുത്തരുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. പിന്നെ ഈ പാലിക്ക ബസാറിലൊക്കെ പോകുമ്പോൾ ബഡ്ജറ്റിങ് നമ്മളൊന്ന് കരുതിയിരിക്കണം. പിന്നെ എന്താ ബാർഗെയിനിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം അവര് കുറെ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാക്ട് കോസ്റ്റ് എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല. ഏറ്റവും നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുന്ന ആൾക്ക് ഏറ്റവും വില കുറവിൽ സാധനം എടുത്തോണ്ട് പോകാം. അപ്പോൾ ആ ഒരു സ്കില്ല് നമുക്ക് ഇച്ചിരി അത് കുറവായിരുന്നു. പക്ഷെ ബാർഗെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ അവിടെ നിന്ന് നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് സാധനങ്ങൾ മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായിരുന്നു ഡൽഹിയിലൊരു എക്സ്പീരിയൻസ്. നമ്മൾ ശരിക്കും ഒന്ന് എന്തെങ്കിലുമൊക്കെ കറങ്ങണം, എവിടെയെങ്കിലുമൊക്കെ പോകുന്നു എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. നമ്മുടെ ആ ഒരു ഫസ്റ്റ് കുറച്ച് അവേഴ്സ് ഇച്ചിരി ഹിക്കപ്പ് വന്നുകൊണ്ട് നമ്മുടെ മൂഡൊക്കെ ഇച്ചിരി പോയി. പിന്നെ നമ്മൾ ആകെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു കേസായിരുന്നു. ദെൻ പിന്നീട് നമ്മളെന്ന് വെച്ചാൽ കശ്മീരി ഗേറ്റ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് നമ്മുടെ മണാലിയിലേക്കുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വീണ്ടും ഓട്ടോയിൽ തന്നെ പോയത്. അവിടെ എത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ ഇങ്ങനെ കാലുകുത്താൻ പറ്റാത്തത്ര തിരക്ക്. ആൾക്കാർ വരുന്നു പോകുന്നു. ഒരു വലിയ ബസ് സ്റ്റാൻഡാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഇതുപോലെ ദൂരയാത്രകൾ പോകുന്ന ബസ്സുകളുടെ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു, നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മെസ്സേജ് വന്നിരുന്നു ഈ കൗണ്ടർ നമ്പർ 28 എത്തണം. സിംഗ് ബസ്സിൻ്റെ ബസ്സായിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ ആ കൗണ്ടറിലേക്ക് എത്തണമായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളിങ്ങനെ തപ്പി കൗണ്ടർ റേറ്റ് ഏതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. പിന്നീടാണ് മനസ്സിലായത് നമ്മളവിടെ കശ്മീരി ഗേറ്റിൻ്റെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ പല ബസ് സർവീസസിൻ്റെ ഓഫീസ് ഉള്ളത്. അപ്പം നമ്മൾ അവിടെ ചെന്നു. അവിടെ ആ കൗണ്ടർ നമ്പർ 28 ചെന്നു. എന്നിട്ട് അവിടെ അവർ പറഞ്ഞു ബസ്സിൻ്റെ സമയമാകുമ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് വരും, മാർഷൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ നമ്മളെ നമ്മുടെ ബസ്സിലോട്ട് നയിക്കും. അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അവിടെ. അത് കഴിഞ്ഞ് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു മനാലിക്കുള്ള ബസ് സിംഗ് ബസ്സുകാരെല്ലാവരും ഇങ്ങോട്ട് വരിക. അപ്പം നമ്മൾ പുള്ളിയെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ലൈനായിട്ട് എല്ലാവരും പുള്ളിയെ ഫോളോ ചെയ്ത് ബസ്സിലേക്ക് പോയി. ബസ്സിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബസ്സായിരുന്നു. ബസ് സർവീസ് നല്ലതായിരുന്നു. നമുക്ക് ബാഗൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവരൊരു ടാഗ് തരും. നമ്മളെ ബാഗിൽ ഒട്ടിച്ചിരിക്കുന്ന ടാഗ് തിരിച്ചു പോകുമ്പോൾ അത് കാണിക്കണം. പിന്നെ ഉണ്ടായിരുന്നത് സെമി സ്ലീപ്പറാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ആൻഡ് ടോയ്ലറ്റുള്ള ബസ്സായിരുന്നു. അതൊരു നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമായിരുന്നു. പിന്നീട് അവർ വാട്ടർ ബോട്ടിൽസും ബ്ലാങ്കറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യും.
അതും അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഒരു നൈറ്റ് 11:30 ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ടായി. 11:30 സ്റ്റാർട്ടായിട്ട് പിന്നെ മോർണിംഗ് ആണ് നമ്മൾ മണാലി എത്തുന്നത്. പിന്നെ ബസ് യാത്ര സമയത്ത് വിൻഡോ സീറ്റ് ശ്രീകുട്ടിക്കാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് കാഴ്ചകളൊക്കെ ശ്രീകുട്ടിയാണ് കണ്ട് എൻജോയ് ചെയ്തത്. എനിക്ക് പിന്നെ വേറെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് രാവിലെ ഉറക്കമെണീക്കാത്തതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അവിടെ എല്ലാം എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വെളിച്ചം വന്നപ്പോൾ തൊട്ടേ ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനൊന്നും അറിഞ്ഞില്ല. ഞാനൊരു സൂര്യൻ ഉദിക്കാറായപ്പോഴാണ് ഞാൻ പിന്നെ പുള്ളിയെ വിളിച്ചുണർത്തുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മൾ പുറകെ ഇടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ടു അവർ മണാലി ട്രിപ്പ്. പിന്നെ ഒരു കാര്യം കൂടെ വിട്ടുപോയി, നമ്മുടെ കോട്ടേജിനെ കുറിച്ചുകൂടെ നമുക്ക് പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പോയപ്പോഴേ ട്രാവലിൻ്റെ കാര്യവും കോട്ടേജും നമ്മളവിടെ നിൽക്കുന്ന സ്റ്റേയും ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഐറസ് കോട്ടേജസ് ആൻഡ് കഫേ എന്നാണ് സ്റ്റേയുടെ പേര്. ഇത് ആക്ച്വലി മണാലി മെയിൻ മണാലി പോർഷനിൽ നിന്ന്, മണാലി മോൾ റോഡിൽ നിന്ന് ഒരു 2 kilometers അവേ വശിഷ്ഠ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ സ്റ്റേ വരുന്നത്. ഒരു കുറച്ച് നല്ല റിവ്യൂസ് ഒക്കെ ഉള്ള ഹോട്ടലായിരുന്നു. ഹോട്ടലല്ലാത്തൊരു എന്താ പറയുക, ഹോം സ്റ്റേ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ആക്ച്വലി സാധാരണ ബുക്ക് ചെയ്യുമ്പോൾ ഞാനങ്ങ് ബുക്ക് ചെയ്യുകയാണ് പതിവ്. പക്ഷെ ഇത്തവണ ശ്രീകുട്ടി പറഞ്ഞു ഞാൻ ബുക്ക് ചെയ്യാം. അങ്ങനെ മണാലിയിലുള്ള നല്ല സുഗമമായ സ്റ്റേക്ക് പിന്നിൽ ശ്രീകുട്ടിയാണ്. എൻ്റെ കൈകൾ, എൻ്റെ കരങ്ങളാണ്, എൻ്റെ ബുദ്ധിയാണ്. ഐറസ് കോട്ടേജസ് ആൻഡ് കഫേ, അവിടുത്തെ കെയർ ടേക്കർ ജയ്പാൽ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ ആക്ച്വലി ഏർലി എത്തി. മീൻസ് രാവിലെ ഒരു 8-9 മണി ആയപ്പോഴേക്കും നമ്മൾ കോട്ടേജിലെത്തി. നമുക്ക് സിംഗ് ബസ്സിന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ മണാലിയിലും. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു എത്ര കിലോമീറ്റേഴ്സ് കാണും, 4 kilometers ഒരു 4 kilometers കാണും നമ്മുടെ ഈ സ്റ്റേയിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഒരു ക്യാബ് എടുത്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻസിഡന്റ് ഉണ്ടായി. നമ്മളെ ക്യാബുകാരൻ നമ്മളെ കോട്ടേജിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കോട്ടേജിൽ തന്നെ കെഫെ ഉണ്ടല്ലോ. അപ്പോൾ കെഫേയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരാൾ പറയുന്നു എൻ്റെ മൊബൈൽ കാണുന്നില്ല. അതാണ് ആക്ച്വലി ട്രിപ്പിൻ്റെ ഒരു ദിവസം മുന്നേ പുതിയ ഫോൺ മേടിച്ചു. അപ്പോൾ ഞാൻ 2 ഫോണും കൊണ്ടാണ് പോയത്. ഫുള്ളി ട്രാൻസ്ഫർ ആയിട്ടില്ല കാര്യങ്ങളൊന്നും. അപ്പം ഞാൻ 2 ഫോൺ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഒരു ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് ക്യാബിൽ വീണു. പിന്നെ പുള്ളിയെ വിളിച്ചു പറഞ്ഞ് പുള്ളി തിരിച്ചു വന്നു. കുറച്ച് എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ തുടക്കത്തിൽ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് തുടങ്ങിയത്. പിന്നെ കോട്ടേജിൻ്റെ കാര്യം പറയുമ്പോൾ ചെന്ന ടൈം നമ്മളൊരു 8:39 ആയപ്പോൾ എത്തി. പക്ഷെ എനിക്കൊന്ന് 12 PM എന്തോ ആണ് അവരുടെ ചെക്ക് ഇൻ ടൈം. പക്ഷെ പുള്ളി പറഞ്ഞു അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങും, അപ്പോൾ ഒരു 1 hourനുള്ളിൽ നിങ്ങൾക്ക് റൂം തരാം, അതുവരെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ശരിക്കും ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബുക്കിങ്ങാണ് ചെയ്തത്. 7 days'നേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ്. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ ഇനി ഏതെങ്കിലും ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെത് ബില്ല് ഇതിൻ്റെ കൂടെ കൂട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഫുഡ് കിട്ടി. അത് ഭയങ്കര വെൽക്കമിങ്ങും ഭയങ്കര നമുക്കെന്താ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു ടൈപ്പായിരുന്നു. പിന്നെ കുറച്ചൊക്കെ നമുക്കും യാത്ര ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അപ്ഡേറ്റ്സും എല്ലാം പറഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ അവിടെ പോവാം, അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ മഴയ്ക്ക് സാധ്യത ഉണ്ട്, അപ്പോൾ പോഞ്ചോ കരുതണം, വോം ക്ലോത്ത്സ് കരുതണം എന്നൊക്കെ ബൈക്ക് റെന്റൽസിനും പുള്ളി ആ നമ്പർ സജസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഐറസ് കോട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഫസ്റ്റ് ഇൻട്രോ വീഡിയോയിൽ പറയാനുള്ളത്. ഇനിയുള്ളത് യഥാർത്ഥ ട്രിപ്പ് ഡീറ്റെയിൽസും എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് പോയത്, എങ്ങനെയൊക്കെയാണ് പോയത് എന്നുള്ളത് വരുന്ന എപ്പിസോഡുകളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നെക്സ്റ്റ് വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ മണാലിയിൽ നമ്മൾ എവിടെയൊക്കെ പോയി, എന്തൊക്കെ എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടായി എന്നുള്ളത് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Bye from Sri Lakshmi. Bye from Rahul. Okay, bye. Bye.